നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നിറമൂര് ഗ്രാമപഞ്ചായത്ത് ഭരണം UDF-ന്. മുസ്ലിം ലീഗിലെ P. ഇസ്മായിലിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 8-നെതിരെ 9 വോട്ടുകൾക്കാണ് വിജയിച്ചത്. പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് പഞ്ചായത്ത് ഭരണം UDF-ന് ലഭിക്കുന്നത്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മികച്ച ഭരണം കാഴ്ചവെക്കുമെന്ന് P. ഇസ്മായിൽ പറഞ്ഞു. പ്രസിഡന്റിനുള്ള അനുമോദനത്തിനൊപ്പം പദ്ധതികൾ പ്രഖ്യാപിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി. ചരിത്രത്തിലാദ്യമായി ഐക്യജനാധിപത്യ മുന്നണി ഭരണം പിടിച്ച നിറമൂര് ഗ്രാമപഞ്ചായത്തിന് 1.5 കോടിയുടെ പദ്ധതികളാണ് പുതിയ പ്രസിഡന്റിനെ അനുമോദിച്ച് നടത്തിയ പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി പ്രഖ്യാപിച്ചത്. തടിക്കഷ്ണങ്ങൾ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. ഞായറാഴ്ച രാത്രി 11ഓടെ തിരൂർ നടുവിലങ്ങാടിയിലാണ് അപകടം നടന്നത്. ഗതാഗതം ഏറെ നേരം ഭാഗികമായി തടസ്സപ്പെട്ടു. എടപ്പാൾ മേൽപ്പാലം ഒക്ടോബറിൽ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. മേൽപ്പാല നിർമ്മാണ പ്രവർത്തികൾ KT ജലീൽ MLA-യോടൊപ്പം നേരിൽ കണ്ട് വിലയിരുത്തുകയായിരുന്നു മന്ത്രി. മേൽപ്പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഹോട്ടലുകളിൽ ഡൈനിംഗ് അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനവും ധർണയും നടത്തി. ധർണ കുറുക്കുളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ കേരളത്തിലെ 5 ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ നിന്നും മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുത്ത പ്രൈസ് വിന്നർ കമലത്തിന് മെഗാ സമ്മാനം കൈമാറി. COA സംസ്ഥാന പ്രസിഡന്റ് M. അബൂബക്കർ സിദ്ദീഖ് സമ്മാനം കൈമാറി. വീട്ടകങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന ബാല്യങ്ങൾക്ക് തങ്ങളുടെ കഴിവും അറിവും പ്രകടിപ്പിക്കാൻ വേറിട്ട രീതിയിൽ അവസരമൊരുക്കുകയാണ് ചമ്പ്ര AUP സ്കൂൾ. ആധുനികതയുടെ പുത്തൻ രീതികളിൽ നിന്ന് വ്യതിചലിച്ച പഴമയുടെ പുത്തൻ രീതിയിലേക്ക് ഒരു കൂടുമാറ്റമായി റേഡിയോ ചാനൽ ആരംഭിച്ചു. കാരുണ്യത്തിന്റെ ബിരിയാണി വിളമ്പി ഹസ്തം താന്നാളും. പങ്കാളികളായത് 4 ലക്ഷം പേർ. കിടപ്പിലായ രോഗികളുടെ പരിചരണവും പുനരധിവാസവും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ശിവശക്തി സേവാ സമിതി സേവാഭാരതിയും BJP തിരുപ്പനങ്ങോട് മേഖലാ കമ്മിറ്റിയും സംയുക്തമായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. P. ബാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ കരുതലും ജാഗ്രതയും പുലർത്തി ഓണക്കാലം സന്തോഷപൂരിതമാക്കണമെന്ന് ഡോക്ടർ അനിൽ വള്ളത്തോൾ അഭിപ്രായപ്പെട്ടു. നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങ് സബ് കളക്ടർ സൂരജ് ഷാജി IAS-ഉം സഫ്ന നസറുദ്ദീൻ IAS-ഉം ചേർന്ന് നിർവഹിച്ചു. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.